പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. യെശയ്യാ 2 മുതലുള്ള വാക്യങ്ങളിൽ നിന്നും ഒരു ചെറിയ ചിന്ത. സാറാഫുകൾ എപ്രകാരമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയതും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഉണ്ടായ ദൈവപ്രവൃത്തി എന്താണെന്നുമാണല്ലോ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സാറാഫുകൾക്ക് ഓരോരുത്തർക്കും 6 ചിറകുണ്ടായിരുന്നു. അവർ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയിൽ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവരുടെ ആർപ്പിൻ്റെ ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ശുദ്ധീകരണമുണ്ടായി, അശുദ്ധി വെളിപ്പെട്ടു. അതുപോലെ തന്നെ തൊടേണ്ടതിനെ കർത്താവ് തൊട്ടു. അകൃത്യം നീങ്ങി, പാപത്തിന് പരിഹാരം വന്നു. സമർപ്പണമുണ്ടായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാറാഫുകൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് മുമ്പേ അവയും ക്രമീകരണം വരുത്തി. അവർ മുഖം മൂടി, പാദം മറച്ചു. ഒരുത്തനെ കാണിക്കുന്ന ഐക്യതയെ കാണിക്കുന്നു. നാം നമ്മുടെ കർത്താവ് വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തെ നാം എപ്രകാരമാണ് ആരാധിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വത്തിനനുസരിച്ചാണോ? നമുക്ക് ഓരോരുത്തർക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരണം വരുത്തിയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. അല്ല എങ്കിൽ ശാപത്തിനും ശിക്ഷാവിധിക്കും കാരണമായി തീരും. അങ്ങനെയൊന്നും ആകാതെ ദൈവം നമ്മളെ എല്ലാം വിശുദ്ധിയോട് ആരാധിക്കാൻ കർത്താവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.